ഹലോ ഫ്രണ്ട്സ്, ക്യൂബ കത്മീരെ മറ്റൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 5 ഗോൾഡൻ റൂൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ റൂൾസിനെ കുറിച്ചിട്ട് ഒന്ന് ചെറിയൊരു അവയർനെസ് തരാമെന്ന് വിചാരിച്ചിട്ടും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യണത്. അപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, മാർക്കറ്റിൽ എന്ത് പഠിച്ചതിന് ശേഷമാണ് മാർക്കറ്റിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ തരാട്ടാ. അതുപോലെ തന്നെ എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് എത്ര റിസൾട്ട് ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റിക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ തരാം. അതിലിപ്പോ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണ ആൾക്കാർക്ക്, പഠിപ്പിച്ചു തരുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതില് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്ന് അറിയണം. തിയറി അല്ല ഞാൻ പറയണ കേട്ടാ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നിങ്ങൾ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണെന്ന് വെച്ചെങ്കിൽ അവരുടെ വലിയ വലിയ അക്കാദമി വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അത് കാരണം കൊണ്ടാണല്ലോ അവരിപ്പോ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഗുണമുണ്ട്, നല്ല കാര്യമാണെന്നുള്ള കാരണം കൊണ്ടാണല്ലോ നമ്മൾ അതിലേക്ക് ക്ഷണിക്കണത്. വലിയ അക്കാദമി ഒക്കെ വെച്ചെങ്കിൽ അപ്പൊ അവിടെ ഷെയർ ആണോ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഷെയറിലുള്ള അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് കാണിക്കാൻ പറയാ. മന്ത്ലി നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എത്ര ആഡ് ചെയ്യും എന്നൊക്കെ കാണിക്കാനായിട്ട് പറയാം. സിങ് ട്രേഡ് ആണ് വെച്ചെങ്കിൽ സിങ് ട്രേഡിൽ അതിലത് എത്ര ഷെയറുകൾ എങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടെക്നിക്കൽ അനലൈസിങ് അവർ നടത്തുന്നുണ്ട്, ഫണ്ടമെന്റൽ അനലൈസിങ് അവരെങ്ങനെ നടത്തുന്നുണ്ട്, അവരെന്നിട്ട് ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറയുന്നത് കേട്ടാ, ചെറുതായി ചെയ്യണമെന്നില്ല. നമ്മളൊന്നും പറഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നല്ല. നമ്മൾ മറ്റുള്ളവരെ ഫണ്ട് വെച്ചിട്ടല്ല, നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ റിയൽ ആയിട്ടുള്ള ഒരു സാധാരണക്കാരന്റെ മെന്റാലിറ്റി എന്താന്ന് പഠിപ്പിക്കുക ചെയ്യണത്, ഒറിജിനൽ ആയിട്ടുള്ളത്. പക്ഷെ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായി, വലിയ അക്കാദമിയായി അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് അവർക്ക് കഴിവുണ്ടോ എന്നുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ളവരുടെ നിന്ന് നിങ്ങൾ പഠിപ്പ് നിങ്ങൾ സ്വീകരിക്കണം. ആ പഠിപ്പ് സ്വീകരിക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ അവര് 10 കോടിയോടെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഒന്നും കിട്ടാൻ പോണില്ല. 10 കോടി ഒന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ചെയ്യണം. ഒരു 10 കോടിയുടെ ഫോക്കസിന് പോയിട്ട് ഒന്നും നടക്കില്ല. അപ്പൊ അവരോട് പറയേണ്ടത്, നിങ്ങൾ 10 ലക്ഷത്തിന്റെ അക്കൗണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക. അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് അത് മതി. നമുക്ക് വലിയ 10 കോടിക്ക് 1 കോടിക്ക് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും. നമ്മുടെ നോർമൽ ആൾക്കാരുടെ പോലെയുള്ള അത് കാണിച്ചു തരാൻ പറയാം. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ ഏത് ഇക്വിറ്റി അല്ലെങ്കിൽ സിം ട്രേഡ് ചെയ്യണ ഒരു അക്കൗണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണു, എത്ര ട്രേഡുകൾ എടുക്കണു, എങ്ങനെ SIP ചെയ്യണു, ഇതൊക്കെയാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്. ഇനി ഞങ്ങൾ അതല്ല, ഇനി ഞങ്ങൾ ഷെയർ ഇൻട്രാഡേ മാത്രമേ ചെയ്യുന്നത്, 5 ടൈം ലിവറേജ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ അങ്ങനെയാണ് വെച്ചാൽ അത് ചെയ്യണ ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞു കുറെ വേണ്ട. അവരോട് പറയാം, ഒരു 2 ലക്ഷത്തിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണു, ടെക്നിക്കലി എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യണു, എങ്ങനെ ചാർട്ട് മൂവ്മെന്റ് പഠിക്കണം, എങ്ങനെ മാർക്കറ്റിനെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു, നിങ്ങളോട് പറയണ പോലെയാണോ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്, പൊസിഷൻ സൈസിങ് നിങ്ങൾ എങ്ങനെ ചെയ്യണം, അത് റിയൽ ആയിട്ട് കാണിച്ചു തരാൻ പറയാം. ഇത്രയധികം ഫണ്ടും കാര്യങ്ങളൊക്കെ അവരിൽ ഉള്ളതല്ലേ. എന്നിട്ട് അവർ ചെയ്യണില്ല വെച്ചെങ്കിൽ അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടാ. അവരത് മിനിമം കാണിച്ചു തരണം. 10 കോടി ആസ്തിയുള്ള കമ്പനിയാണെന്ന് വെച്ചെങ്കിൽ അവർ 10 ലക്ഷത്തിന്റെ അക്കൗണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ്. നിഫ്റ്റി ആണോ ചെയ്യണത്, സെൻസസ് ആണോ, മിഡ് ക്യാപ്പ് ആണോ, ഏതാണെങ്കിൽ ചെയ്തോട്ടെ. അതിലൊരു 5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഇട്ടുന്ന അവരോട് കാണിച്ചു തരാൻ പറയും. എങ്ങനെ ലോസ് ആയിക്കോട്ടെ ലാഭം ആയിക്കോട്ടെ അങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള മാഷന്മാര്, ടീച്ചർമാര്, അങ്ങനെയുള്ള അക്കാദമി, അതിനൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാത്തവർക്ക് പോകുമ്പോൾ അവർക്കൊന്നും ചെയ്യാറില്ല, അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഒന്നുമില്ല. വെറുതെ കാൻഡിൽ കാണിച്ച് അല്ലെങ്കിൽ ചാർട്ട് കാണിച്ചിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്നും പഠിക്കാൻ പോകില്ല. അത് ഞാൻ സത്യാവസ്ഥ പറയണം കേട്ടോ. എന്റെ വീഡിയോ നിങ്ങൾ എന്ന് കാണും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ പോകില്ല. അപ്പൊ അവരോട് ആദ്യം ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. ഇത്രയ്ക്ക് വലിയ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയണേ. നിങ്ങളുടെ പോലെ മൊബൈലിൽ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ലാപ്പിലല്ല. അവരിരിക്കുന്ന എന്താ 4 സ്ക്രീൻ 5 സ്ക്രീനൊക്കെ വെച്ച് എന്തൊക്കെ അനലൈസ് ചെയ്യണ്ടാവും. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യണു, ഓപ്പൺ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്യണു, ചാർട്ട് അനലൈസ് ചെയ്യണു, എന്തൊക്കെ, അതായത് നമുക്ക് സാധാരണക്കാർക്ക് കിട്ടാത്ത പോലത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടൂളുകൾ കിട്ടുന്നു. ഇതൊക്കെ ചെയ്തിട്ട് അവർ കാശുണ്ടാക്കണില്ലെങ്കിൽ ഒരു ഫോണും ഒരു ലാപ്പും വെച്ച് നിങ്ങൾ എങ്ങനെ കാശുണ്ടാക്കും? കോമൺ ആയി ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാണിക്കാൻ പറയും. ലൈവ് ചെയ്യണവരായില്ലാതെ അവരുടെ മന്ത്ലി റിപ്പോർട്ട് വിടാൻ പറയും. ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ഒന്നും വേണ്ട, 1 ലക്ഷം വെച്ചിട്ട് അവരെങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് വെക്കണ്ട, നിങ്ങളോട് പറഞ്ഞ പോലെ എൻട്രി എടുക്കണ്ട. അത് നിങ്ങൾക്ക് അറിയണം. ഇനി ഫോറക്സ് കാണിച്ച് പഠിപ്പിക്കണവരായില്ലേ, ഫോറക്സിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വിടാൻ പറയേ. ഫോറക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 80% ഫേക്ക് ആണ്, ഫ്രോഡ് അക്കൗണ്ടുകളാണ്.
ലീഗലി മണിയല്ല. ഈ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കോടികൾ ഉണ്ടായി മതി, 2 കോടി 3 കോടി ഉണ്ടെങ്കിൽ ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ എല്ലാതും പറയട്ടെ, ഞാൻ പറഞ്ഞു 80%, 20% ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ആ 20% ചൂസ് ചെയ്യണം. അതിൽ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണണം. ഈ മാർക്കറ്റിനെ കുറിച്ചൊക്കെ പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അത് ഞാൻ എന്താ കഴിഞ്ഞാൽ അത്ര സിൻസിയർ ആയിട്ട് ഞാൻ എന്റെ എല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നത് കേരളത്തിലുള്ളത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യ പോലെ തന്നെ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവരാണെന്ന് എനിക്കറിയാം. അപ്പൊ അത് കാരണം കൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടോന്ന് മിനിമം നിങ്ങൾ നോക്കണം. അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓരോ സെഗ്മെന്റിലെ എത്ര ലക്ഷം വെച്ചാൽ അത്ര ലക്ഷം വെച്ച് കാണിക്കണം. വലിയ അക്കാദമി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവർ ട്രേഡ് ചെയ്യുന്നില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതില് ഒരു സ്കോപ്പ് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ആ അക്കാദമിനെ പിന്തുടരുന്നതിൽ ഒരു അർത്ഥമില്ല. ലൈവ് ചെയ്യണവരാണെങ്കിൽ അതേ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നില്ല വെച്ചെങ്കിൽ അവരെ നിങ്ങൾ ഫോളോ ചെയ്യണ്ട. ഏഹ് ഏതായാലും ഞാൻ ഇപ്പൊ ഇത്ര പേരെടുത്ത് പറയണില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ആകെ 1-2 ആൾക്കാരാണ് എനിക്ക് ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഷാർക്ക് 10 കോടി കൊണ്ട് ചെയ്യുന്ന ആളാണ്. 10 കോടി കൊണ്ട് ചെയ്തിട്ട് 1 CR ഉണ്ടാക്കണത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ തരും. പക്ഷെ ഷാരിക്ക് ബ്രില്യന്റ് ആണ്. 10 കോടി ഉണ്ടാക്കിയതും ബ്രില്യൻസ് കൊണ്ടാണ്. ട്രേഡിങ്ങിന്റെ മാത്രം കൊണ്ടല്ല ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഷാരിഖിന്റെ കിട്ടുന്ന നല്ല നോളജും കാര്യങ്ങളൊക്കെ എടുത്തോ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ. പക്ഷെ ആ സെറ്റപ്പ് ഒന്നും ചെയ്യാൻ നമ്മളായിട്ടില്ല. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസ കൊണ്ട് ചെയ്യണ സെറ്റപ്പ് പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള സെറ്റപ്പ് എങ്ങനെ പറ്റുമെന്ന് പഠിച്ചിട്ട് വേണം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. അതാണ്. പിന്നെ ഒന്ന് ഷിജുമാറ്റില്ല, ആള് ക്ലാസ് കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. എന്റെ ഒരു അറിവുള്ളത് കേട്ടാ. ബാക്കി പിന്നെ ഉണ്ട്, 2-3 ആൾക്കാരുണ്ട് കാണിക്കണൊക്കെ ഉണ്ട്. അവരെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല. അപ്പൊ അവരെയൊക്കെ നിങ്ങള് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ മുകളിൽ മാത്രം കാണാണ്ട് അവരെടുത്ത എൻട്രി കൂടി കാണിച്ചു തരാൻ പറയാം. നല്ല അവര് നമ്മളോട് പറയണ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണ്ടോ, അവർക്ക് ഹ്യൂജ് ലോസ് വരാണ്ടിരിക്കുന്നത് മനസ്സിലുള്ളൂ. 100% അവർക്ക് ലോസ് വരണ്ടാവും, ഹ്യൂജ് ലോസുകൾ വരണ്ടാവും. പ്രോപ്പറായിട്ട് ചെയ്യണ്ടാവില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കവർ ചെയ്യണ്ടെങ്കിൽ അവർ സക്സസ് ആ. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ ഒരു മടി ഉണ്ടാവില്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. കുറെ ആൾക്കാരുണ്ട്, ആരും യൂട്യൂബേഴ്സ് ഉണ്ട്, ആർക്കും എല്ലാവരും നല്ല പറയും, കാര്യങ്ങളൊക്കെ പറയും, ചാർട്ടിനെ കുറിച്ച് പറയും. പക്ഷെ റിയാലിറ്റിയിലും പ്രാക്ടിക്കലിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൂഫ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ പറയാം. മാർക്കറ്റിന്റെ ഹിസ്റ്ററി എന്താന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നടക്കണമെന്ന് മനസ്സിലാക്കണം. അതിൽ ഷെയറിനുള്ള പ്രാധാന്യം, സ്റ്റോക്കുകൾക്കുള്ള പ്രാധാന്യം അത് മനസ്സിലാക്കിയതിനു ശേഷം വേണം ജസ്റ്റ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ നിഫ്റ്റിനെ സെൻസേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിലെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കമ്പനികൾ ചേർന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ മേജർ ആയിട്ടുള്ളത്. അപ്പൊ 50 കമ്പനികളുടെ മൂവ്മെന്റം അതാണ് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ഉണ്ടാവുക. ആ ഇൻഡെക്സിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ, നമുക്ക് സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും എന്താ വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഷെയർ വാങ്ങണില്ല. നമ്മളെല്ലാവരും ഇൻഡെക്സിൽ മാത്രം പോയിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇനി അഥവാ നിഫ്റ്റിയിൽ ചെയ്യുന്നെങ്കിലും ഇൻട്രാഡേ ചെയ്തിട്ട് ഡെയിലി കാശ് ഉണ്ടാക്കൽ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. റിയലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഷെയർ ഉള്ളവർക്കുള്ള ഹെഡ്ജിങ് ടൂളാണ് ഏത് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പഠിക്കുക. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, നമ്മുടെ മാർക്കറ്റിന്റെ എന്തിനത് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക, ലോകത്തിൽ എന്തിനത് ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് ഒരു എക്സ്ചേഞ്ച് എന്തിനാ, ആ ട്രേഡ് കാര്യങ്ങൾ വന്നു, അപ്പൊ അതിനെങ്ങനെ ലീഗലൈസ് ചെയ്യാനാണ് എക്സ്ചേഞ്ച് വന്നത് മനസ്സിലാക്കുക. NSE BSE എന്ന് മനസ്സിലാക്കുക. അതിൽ ഫ്രോഡ്, കർഷകമാത്ത ഫ്രോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടായപ്പോ അതിനെ അവോയ്ഡ് ചെയ്യാൻ, 100% ഒഴിവാക്കാനല്ല സെബി വന്നുള്ളത്. സെബിക്ക് അതിൽ ഒഴിവാക്കാനൊന്നും പറ്റുന്നില്ല. ലൂപ്പ് ഹോളുകൾ ഉണ്ടാവാം, കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ, അതായത് ഇൻഡെക്സ് വന്നത്, ഓപ്ഷനും ഫ്യൂച്ചറൊക്കെ വന്നത്, ഡെറിവേറ്റീവ്സ് ഒക്കെ വന്നത്. ഡെറിവേറ്റീവ്സ് കൊണ്ടുവന്നുള്ളവർക്ക് അറിയാം ഇതിന്ന് ഒരു ദിവസം തന്നെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവുന്നു. ആരെങ്കിലും ഇത് ക്യാച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കോടീശ്വരനാവുന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൂവ്മെന്റങ്ങള് ഒരുപാടുണ്ട്. ചാർട്ടിനെ ആർക്കും റീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിനിനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി കണ്ടുപിടിച്ച കാര്യം മാത്രമേ നമ്മുടെ ബ്രെയിനിന് അറിയുള്ളൂ. പുതിയതായി പോണ കാര്യം നമ്മുടെ ബ്രെയിനിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വഴി ചോദിച്ചു പോവാൻ വിചാരിക്കുക. ഇപ്പൊ അറിയാത്ത വഴിയിൽ പോണെച്ചിങ്ങ, ഇപ്പൊ ആദ്യം എടുത്ത് ഇപ്പൊ ഒരു ഉദാഹരണം തൃശ്ശൂർക്ക് വരുന്ന വിചാരിക്കുക. കേച്ചേരുന്ന വരുന്നെച്ചിങ്ങ തൃശ്ശൂർക്ക് അറിയാത്ത ആളെന്ന് മുണ്ടൂര്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമല, അത് കഴിഞ്ഞ് മുതുവറ, അതൊക്കെ അത്ഭുതമായിരിക്കും. പൂങ്കുന്നം, അങ്ങനെ തൃശ്ശൂർ സെന്റർ എത്തുന്ന വരെ അത്ഭുതമായിരിക്കും. റൗണ്ട് ഒക്കെ അത്ഭുതമായിരിക്കും. പക്ഷെ രണ്ടാമത് ആവശ്യം വരുമ്പോ നമ്മുടെ ബ്രെയിൻ അത് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കതൊരു അത്ഭുതമല്ല, നമുക്കത് സിമ്പിൾ ആയിരിക്കും. നമ്മള് ആകാംക്ഷയില് ആ ഇന്ന സ്ഥലത്ത് ഒന്നും നോക്കില്ല, നമുക്കത് ഫെമിലിയർ ആയി ഉണ്ടാവും.
രണ്ടാമത് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സിമ്പിൾ ആയിട്ട് ഇവിടെ എത്തിക്കും. നമുക്ക് അധികം സമയം വേണ്ടി വരില്ല. ഫസ്റ്റത്തെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. കാരണം നമ്മുടെ ബ്രെയിൻ കൺഫ്യൂഷൻ ആണ്, എവിടേക്ക് പോകണത് എന്താണെന്ന് അറിയില്ല. ഇതേപോലെ തന്നെ ഈ ചാർട്ടുകൾ എന്നൊക്കെ പറയുന്നത് കൺഫ്യൂഷൻ ആണ്. എങ്ങടാ പോകണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഓരോ മൊമെന്റിലാണ്. കഴിഞ്ഞ ചാർട്ട് എടുത്ത് കാണിക്കുന്നതല്ല ഞാൻ പറയണ കേട്ടാ, റിയൽ ആയിട്ടുള്ള ചാർട്ട്. അതിന് ക്യാച്ച് ചെയ്തെടുക്കണ വെച്ചെങ്കിൽ എത്രയോ ടഫ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് അറിയും. അത് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഏതെങ്കിലും ഒരു അക്കാദമിയിൽ പോയി വെറുതെ തിയറി പഠിച്ചുകൊണ്ട് പറ്റില്ല. മിനിമം ഒരു 3 കൊല്ലം നല്ലൊരു മെന്ററിനെ, അതായത് എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെ മെന്ററെ കീഴെ, ഞാൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ളവരെ കീഴെ ചെയ്താലും കുഴപ്പമില്ല. പരാജയപ്പെട്ടിട്ട് വിജയിച്ചവരായാലും മതി. അങ്ങനെ ഉണ്ടായാലും മതി. പക്ഷെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ നിങ്ങൾ ചൂസ് ചെയ്താലേ നിങ്ങൾ വിജയിക്കുള്ളൂ. അപ്പോ ഇത് മാർക്കറ്റിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് വശങ്ങളുണ്ട് കേട്ടോ. ഇത് സിങ് ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്, അത് കഴിഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. സെല്ലിങ്ങിൽ തന്നെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഇൻകം മെത്തേഡുകൾ ഉണ്ട്. അതുപോലെ തന്നെ വോളാറ്റിലിറ്റി മെത്തേഡ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള മെത്തേഡുകളും ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ ഏതാണ് ആപ്റ്റ് എന്നുള്ളത് അത് യൂസ് ചെയ്യാൻ പഠിക്കണം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് എങ്ങനെയാന്നുള്ളത് പഠിക്കണം. അങ്ങനെ ഒരുപാട് സെക്ഷനുകളുള്ള സാധനമാണ് മാർക്കറ്റ്. അപ്പൊ ആ മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടാവണം. ഞാൻ അടുത്തൊരു വീഡിയോയില് മാർക്കറ്റിൽ എന്തൊക്കെ പഠിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം. നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ബെറ്റർ ആവണം വെച്ചെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം റീച്ച് ആക്കുക. നിങ്ങൾക്ക് പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ഹ്യൂബ് അക്കാദമിനെ സമീപിക്കുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്.